വാട്ട്സ്ആപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഗാലക്സി M33 5G. പ്രത്യേകിച്ച് നമുക്ക് സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നൈസായിട്ട് M33 5G അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് ഫോണ്. നമുക്ക് ഫോൺ തൽക്കാലത്തേനെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഫോൺ കവറിലോട്ട് നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പേപ്പറാണ്. പിന്നെ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മേൽവശത്ത് ഒരു കവറുണ്ട്, അതിൻ്റെ അകത്ത് യൂസർ മാനുവലുണ്ട്, അതുപോലെ തന്നെ സിം ട്രേ, പിന്നെ അകത്ത് നമുക്കൊരു കേബിളും അവൈലബിൾ ആണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ ഫോണിൽ ചാർജർ ഇല്ല, കേബിൾ മാത്രമേ ഉള്ളൂ. സോ കേബിള് ടൈപ്പ് C to C ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ കവറും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിലോട്ട് വരാം. ഫോൺ ഇതാണ്. ഫോണിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ നമുക്ക് പതുക്കെ അങ്ങോട്ട് അഴിക്കാം. ഇതാണ് ഫോണ്. 6.6 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ വരുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സിം ട്രേയും മെമ്മറി കാർഡ് ഇടാൻ സാധിക്കുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയത്ത് ഇടാൻ സാധിക്കും. അതുപോലെ താഴത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു 3.5mm ജാക്ക് അവൈലബിൾ ആണ്. മൈക്കിൻ്റെ പോർട്ട്, ടൈപ്പ് C പോർട്ട് ചാർജ് ചെയ്യാനുള്ള, പിന്നെ നമുക്ക് സ്പീക്കർ ഗ്രില്ലും. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വോളിയം ബ്ലോക്കേഴ്സ് ഉണ്ട്. പിന്നെ മണ്ടയ്ക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ. അൾട്രാ വൈഡിലോട്ട് വരുമ്പോൾ 5 മെഗാ പിക്സലിൻ്റെയാണ് അൾട്രാ വൈഡ്. പിന്നെ 2 മെഗാ പിക്സൽ വെച്ച് ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ മാക്രോ ലെൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് റെഡി ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫോണൊക്കെ സെറ്റപ്പ് ചെയ്ത് എല്ലാം ഓണായി. പിന്നെ ചെറിയ 2-3 ആപ്പുകളൊക്കെ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുകയാണ്. അതുപോലെ തന്നെ ബ്ലോട്ട് വെയർസിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മേജറായിട്ടൊരു അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ബ്ലോട്ട് വെയർസ് ഒന്നും തന്നെ കണ്ടില്ല, ഒന്നും തന്നെ കാണത്തില്ല. സാംസങ്ങിൻ്റെ ആപ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. സെക്യൂർ ഫോൾഡർ ആണെങ്കിലും അതെല്ലാം നമുക്കറിയാം നെസസിറ്റി ആപ്സ് ആണ്. അതല്ലാതെ ഒരു ബ്ലോട്ട് വെയർസും ഞാൻ ഇതുവരെ കണ്ടില്ല. പിന്നെ ഡിസ്കവർ ടാബ് ഉണ്ട്, അത് നമുക്ക് ഓൾറെഡി ഓഫ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതിൻ്റെ സ്പെക്സിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേ സൈഡിലോട്ട് വരുമ്പോൾ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ ഒരു LCD പാനലാണ് വരുന്നത്. 120 ഹെർട്സ് ആണ് റീഫ്രഷ് റേറ്റ്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ LCD ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും അത്ര നല്ലതായിരിക്കില്ല എന്ന് വിചാരിക്കും, പക്ഷേ വളരെ നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കളർ കാലിബ്രേഷൻ ആയാലും നമുക്കറിയാം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലൊരു കാലിബ്രേഷനാണ് ഫോണിൽ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലോട്ട് വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതും നല്ലൊരു ഇത് തന്നെയാണ്. പല ഫോണിലും ഗൊറില്ല ഗ്ലാസ് നമുക്ക് അവൈലബിൾ ആകത്തില്ല, അല്ലെങ്കിൽ പഴയ ഗൊറില്ല ഗ്ലാസ് 3 ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ ഒരു മോഡലിലോട്ട് വരുമ്പോൾ 6GB 128GB മോഡലാണിത്. ഇതിൻ്റെ ഒരു 8GB 128ഉം അവൈലബിൾ ആണ് നമുക്ക്. ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പിലോട്ട് വരുമ്പോൾ UFS 2.2 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീ സ്പേസ് എത്ര ആണെന്ന് നോക്കാം. 128GB നമുക്ക് എത്ര ഫ്രീ സ്പേസ് കിട്ടുമെന്ന് നോക്കുമ്പോൾ 102.2 GB നമുക്ക് അവൈലബിൾ ആണ്. 102 GB നമുക്ക് അവൈലബിൾ ആണ്. സോ സ്റ്റോറേജ് ആയാലും നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 50 മെഗാ പിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ. അൾട്രാ വൈഡിലോട്ട് വരുമ്പോൾ 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, പിന്നെ ഒരു മാക്രോയും അതുപോലെ തന്നെ ഡെപ്ത് സെൻസറുമാണ്. മെയിൻ ക്യാമറ നമുക്കറിയാം സാംസങ്ങിൻ്റെ ആയതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല, നല്ലൊരു ക്യാമറ തന്നെയാണ്. അൾട്രാ വൈഡിലോട്ട് വരുമ്പോൾ 5 മെഗാ പിക്സൽ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ഷാർപ്നെസ് കുറവുണ്ടാകും, ബട്ട് സ്റ്റിൽ നല്ലൊരു ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ മേജറായിട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബിലോ 20,000 ഫോണുകൾ, പല ഫോണുകളിലും 4K വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് 4K 30 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 4K 30 FPS വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിന് സാധിക്കുന്നത് തന്നെ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റാണ്. ചിപ്സെറ്റിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ സാംസങ്ങിൻ്റെ തന്നെ Exynos 1280 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന നല്ലൊരു പവർ എഫിഷ്യൻറ്റും ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചിപ്സെറ്റുമാണ് ഫോണിൽ വരുന്നത്. സോ ചിപ്സെറ്റ് വൈസ് നമുക്ക് കുറവൊന്നും പറയാൻ സാധിക്കത്തില്ല, നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് ക്യാമിൽ നമുക്ക് 4K 30 FPSും ഫ്രണ്ട് ക്യാമിലോട്ട് വരുമ്പോൾ 1080p 30 FPSൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഫ്രണ്ട് ക്യാം 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമാണ്. 8 മെഗാ പിക്സൽ ആണെങ്കിലും നല്ലൊരു ഫ്രണ്ട് ക്യാം തന്നെയാണ് വരുന്നത്. നാച്ചുറൽ സ്കിൻ ടൂണും സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്കറിയാം നാച്ചുറൽ സ്കിൻ ടൂണാണ് വരുന്നത്. അങ്ങനെ സ്കിൻ ടൂൺ നമ്മുടെ വിവോ അല്ലെങ്കിൽ ഓപ്പോ പോലെ വെളുപ്പിച്ച് വെള്ളപ്പാണ്ട് പിടിച്ച പോലൊന്നും ആക്കത്തില്ല. നാച്ചുറൽ സ്കിൻ ടൂൺ ആയിരിക്കും സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്.
വരുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ബാറ്ററി നമുക്ക് വരുന്നത് 6000 mAh ഒരു വലിയ ബാറ്ററിയാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. 25 വാട്ട്സിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. ചാർജർ നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടായിരുന്നു, ചാർജർ നമുക്ക് കിട്ടുന്നില്ല, ബട്ട് 25 വാട്ട്സ് ആണ് മാക്സിമം. അതുപോലെ തന്നെ 4.5 വാട്ട്സിൻ്റെ ഒരു റിവേഴ്സ് ചാർജിങ്ങും നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു TWS അല്ലെങ്കിൽ വാച്ചൊക്കെ പെട്ടെന്നൊന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഫുൾ ഫ്ലെഡ്ജ് 1 UI ആണ് കിട്ടുന്നത്. സോഫ്റ്റ്വെയർ സൈഡിലോട്ട് നോക്കുമ്പോൾ അതെ, ഫുൾ ഫ്ലെഡ്ജ് 1 UI ആണ് കിട്ടുന്നത്, കോർ വെർഷൻ അല്ല. ഫോൺ റിലീസായ സമയത്ത് 2 years ഓഫ് OS അപ്ഡേറ്റും 4 years ഓഫ് സെക്യൂരിറ്റിയും ആണ് പറഞ്ഞിരുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു സാംസങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. ഒരു 3 years എനിക്ക് തോന്നുന്നുണ്ട്, 3 years നമുക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതർവൈസ് ഈ ഒരു ഫോൺ ബിലോ 20K എന്നല്ല, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 16,000 ആണ്. 16,000 നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഓഫറിലും അതുപോലെ തന്നെ ആമസോണിലും ഓഫറിലും നമുക്ക് 16,000 നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ 16,500. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി M33 5G. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഫോൺ നമുക്കറിയാം 6000 mAh ബാറ്ററിയാണ്. 6000 mAh ബാറ്ററി ആണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറവ് വെയിറ്റ്, നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു അൺകംഫർട്ട്നെസ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഫോണിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. സോ 6000 mAh ആണെങ്കിലും നമുക്ക് കയ്യിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ബാക്ക് സൈഡ് നമുക്കറിയാം പോളികാർബണേറ്റ് ഫിനിഷാണ്, ഒരു മാറ്റ് പോളികാർബണേറ്റ് ഫിനിഷാണ്. ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒന്നും വരത്തില്ല. അതുപോലെ ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴും പ്ലാസ്റ്റിക് തന്നെയാണ്. കുഴപ്പമില്ല, ഈ ഒരു പ്രൈസിന് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സാംസങ് ഗാലക്സി M33 5G എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷനുമാണ് നോക്കിയത്. ഫോൺ വൈസ് നല്ലൊരു ഫോൺ തന്നെയാണ്. 16,000 ആണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. ഓഫർ സമയത്ത് മേ ബി കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ഫോണിൽ നമുക്ക് NFC അവൈലബിൾ ആണ്. സോ സാംസങ് വാലറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവെ അങ്ങനെ കാണാത്ത ഫീച്ചറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളായിരുന്നു, ഒരു അൺബോക്സിങ് മാത്രമായിരുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജെറി സൈനിങ് ഓഫ്. Break down, always feel like I could break now, but I